ഹായ്, ഒരു മലനാടൻ ഡിഷുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ചിക്കൻ അഡോബോ. ഇതൊരു ഫിലിപ്പീനോ ഫുഡാണ്. ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഫിലിപ്പീനോസിന് വളരെ ഇഷ്ടപ്പെട്ടൊരു വിഭവമാണിത്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ചിക്കൻ, ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുരുമുളക് പൊടി, സോയാ സോസ്, വിനീഗർ, കുരുമുളക്, ഷുഗർ, ഉപ്പ്, ചെറുനാരങ്ങ നീര്, ബേ ലീഫ്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനു വേണ്ടി ചിക്കൻ ഞാനൊരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. ചിക്കനൊക്കെ വലിയ പീസുകളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. 2 സ്പൂൺ സോയാ സോസ്, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ ഉപ്പൊക്കെ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട് ഞാൻ. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ടൈമൊന്നും ഇത് ഫ്രൈ ചെയ്യണ്ട. ഒരു ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം നമുക്ക്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഗ്രേവിയും തയ്യാറാക്കുന്നത്. ഇനി ഈ എണ്ണ മറ്റൊരു പാനിലേക്ക് മാറ്റാം. വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിതിനൊരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. ചെറുതായിട്ടൊന്ന് കളർ മാറി ഒന്ന് വയന്ന് വന്നാൽ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 3 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കണം. ഫിലിപ്പീൻസൊക്കെ ഫുഡിൽ നല്ലോണം സോസുകളൊക്കെ ഉപയോഗിക്കും. നമ്മളിതിൽ അധികം സോസുകളൊന്നും ഉപയോഗിക്കില്ല. സോയാ സോസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ പൊടിക്കാത്ത കുരുമുളക് നമ്മൾ ചേർക്കുന്നുണ്ട്. ഞാനിതിലേക്ക് 1/2 സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫിലിപ്പീൻസിൻ്റെ ഫുഡിലൊക്കെ ഷുഗർ ചേർക്കും. നമുക്ക് ഒരുപാട് ഷുഗറൊന്നും ചേർക്കണ്ട. ഒരു 1/2 സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി കുറച്ച് ബേ ലീഫ് കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 2-3 ബേ ലീഫ് മതി. നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി വേവിച്ച് കൊണ്ടിരിക്കണം. വേണമെങ്കിൽ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിതിൽ ചേർക്കുന്നില്ല. നമുക്ക് ഇതിൽ തന്നെ ഈ സോസുകളൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വിനീഗറും സോസൊക്കെ ഒഴിക്കുന്നുണ്ട്. വെള്ളം ഉണ്ടാവും. പക്ഷെ 1 കപ്പ് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം. ഫിലിപ്പീൻസിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ്. നമ്മൾ ഫിലിപ്പീൻസ് ഫുഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കിത് സോസൊക്കെ ഒഴിക്കുന്ന നല്ലൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഒരു തോന്നലാണ്. അതൊന്നും വേണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ്. ഞങ്ങൾ സൗദി അറേബ്യയിലായിരുന്നെന്ന് ഞങ്ങൾ തൊട്ടടുത്ത് താമസിച്ചിരുന്നത് ഒരു ഫിലിപ്പീനി ഫാമിലി ആയിരുന്നു. അവർ എപ്പോഴും ഉണ്ടാക്കുന്നൊരു ഡിഷായിരുന്നു ഇത്. അവരുണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു.
അവർ പറഞ്ഞു തന്ന റെസിപ്പി വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. അവരിതിലേക്ക് മുളകൊന്നും ചേർക്കാറില്ല. പക്ഷെ ഞാനിതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് എരിവ് വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതിലേക്ക് മുളക് പൊടിയോ ഇഞ്ചിയോ ഒന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് എരിവ് കുറവായിരിക്കും. കുരുമുളക് പൊടി മാത്രമേ നമ്മളിതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് എരിവിന് വേണ്ടിയാണ് പച്ചമുളക് ചേർത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. എരിവ് വേണമെന്നുള്ളവർ അതിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ അഡോബോ റെഡി ആയിട്ടുണ്ട്. ഇത് വൈറ്റ് റൈസിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതുപോലുള്ള പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ ഇനിയും വരാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.